മലയാളികൾ നെഞ്ചിൽ ഇടം നൽകി സ്നേഹിക്കുന്ന കലാകാരികളിൽ ഒരാളാണ് മഞ്ജു വാര്യർ. 30 വർഷത്തിലേറെയായി തെന്നിന്ത്യൻ സിനിമയുടെ ഭാഗമാണ് താരം. ഇന്നും മഞ്ജുവിനെ കാണുമ്പോൾ സ്നേഹം പ്രകടിപ്പിക്കാനും ചേർത്ത് നിർത്താനും അമ്മമാർ അടക്കം എത്താറുണ്ട്. അടുത്തിടെ ഒരു ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാനെത്തിയ താരത്തെ കണ്ട് അമ്മമാരുടെ കണ്ണുകൾ നിറയുന്നതും കെട്ടിപ്പിടിച്ച് സംസാരിക്കുന്നതിൻ്റെ വീഡിയോയും വൈറലായിരുന്നു. ഇന്ന് പല പുതുമുഖ നടിമാർക്കും ലഭിക്കാത്തൊരു ഭാഗ്യം കരിയറിൻ്റെ തുടക്കകാലത്ത് മഞ്ജുവിന് ലഭിച്ചിരുന്നു. മലയാളത്തിലെ ഏറ്റവും മികച്ച തിരക്കഥാകൃത്തുക്കളുടെയും സംവിധായകരുടെയും സിനിമകളിൽ അഭിനയിക്കാൻ കഴിഞ്ഞു എന്നതാണ് അതിൽ ഒന്ന്. അന്ന് മികച്ച 3 കഥാപാത്രങ്ങൾ മഞ്ജുവിന് നൽകിയത് ലോഹിതദാസ് ആയിരുന്നു. ഇപ്പോഴത്തെ ലോഹിതദാസിനെക്കുറിച്ച് മഞ്ജു പറഞ്ഞ വാക്കുകളാണ് ചർച്ചയാകുന്നത്. ആദ്യ സിനിമയിൽ വെച്ച് തന്നെ അദ്ദേഹം തൻ്റെ ജീവിതത്തെക്കുറിച്ച് ദീർഘവീക്ഷണത്തോടെ സംസാരിച്ചിരുന്നുവെന്നും അതിൻ്റെ അർത്ഥം താൻ മനസ്സിലാക്കിയത് വർഷങ്ങൾക്ക് ശേഷമാണെന്നുമാണ് മഞ്ജു വാര്യർ പറഞ്ഞത്. എൻ്റെ സിനിമാ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ആളുകൾ വിരലിൽ എണ്ണാവുന്നതേ ഉള്ളൂ. അക്കൂട്ടത്തിൽ ഒരാൾ ലോഹി സാറാണ്. സല്ലാപത്തിൻ്റെ ഓഡിഷന് പോയപ്പോഴാണ് അദ്ദേഹത്തെ ഞാൻ ആദ്യമായി നേരിട്ട് കണ്ടത്. സല്ലാപം സിനിമയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം, രാധ എന്ന കഥാപാത്രത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് മാത്രമല്ല, ജനിച്ചതു മുതലുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞ് പോകുന്നുണ്ട്. എന്നെപ്പോലൊരു പുതുമുഖ നടിക്ക് അതെല്ലാം ആ സമയത്ത് അറിഞ്ഞും അറിയാതെയും വലിയൊരു സഹായമായിട്ടുണ്ട്. ലോഹി സാറിൻ്റെ 3 കഥാപാത്രങ്ങൾ ചെയ്യാനാണ് എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുള്ളത്. സല്ലാപം, തൂവൽ കൊട്ടാരം, കന്മദം എന്നിവയാണത്. എല്ലാവരും എൻ്റെ സിനിമകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് പറയാറുള്ളത് കന്മദത്തിലെ ഭാനുവിനെ കുറിച്ചാണ്. അത്ര വലിയ കഥാപാത്രങ്ങൾ എന്നെപ്പോലെ എക്സ്പീരിയൻസ് കുറഞ്ഞ നടിക്ക് നൽകിയ ലോഹി സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതുപോലെ സല്ലാപത്തിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ ഒരു ഇടവേളയിൽ അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു, മഞ്ജു ഒരു നേർച്ചക്കോഴിയാണെന്ന്. അങ്ങനെ മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. അന്ന് അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. എന്നെ കളിയാക്കിയതാണോ എന്നൊക്കെ ഞാൻ ആ സമയത്ത് വിചാരിച്ചിരുന്നു. പിന്നീട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥവും ആഴവും എല്ലാം എനിക്ക് മനസ്സിലായത്. നികത്താനാവാത്ത നഷ്ടമെന്ന് ചില ആളുകളുടെ വിയോഗത്തെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. എന്നെ സംബന്ധിച്ച് എൻ്റെ സിനിമാ ജീവിതത്തിൽ നികത്താനാകാത്ത ഒരു നഷ്ടം എന്നും ലോഹി സാറാണ്. ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ വരുമ്പോൾ മനസ്സിൽ പ്രാർത്ഥിക്കുകയും സ്നേഹത്തോടെയും നന്ദിയോടെയും അദ്ദേഹത്തെ ഞാൻ ഓർക്കുകയും ചെയ്യാറുണ്ട് എന്നാണ് മഞ്ജു പറഞ്ഞത്. സല്ലാപത്തിൻ്റെ സെറ്റിൽ തുടങ്ങിയ പരിചയവും അടുപ്പവുമാണ് ദിലീപുമായുള്ള വിവാഹത്തിലേക്ക് മഞ്ജുവിനെ എത്തിച്ചത്. അന്ന് ലോഹിതദാസ് മഞ്ജുവിന് സൂചന നൽകിയത് ദിലീപിനെ കുറിച്ചാകും എന്നാണ് വീഡിയോ ചർച്ചയായപ്പോൾ ആരാധകർ കുറിച്ചത്. മറ്റാരെങ്കിലും അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യും എന്ന സൂചനയാകും ലോഹി സാർ മഞ്ജുവിന് നൽകിയത്. നേർച്ചക്കോഴിയെ ജീവിക്കാൻ അനുവദിക്കുകയില്ലല്ലോ. മാത്രമല്ല, ഒരു തരത്തിൽ നോക്കിയാൽ സ്വന്തം കരിയർ കെട്ടിപ്പൊക്കാൻ വേണ്ടി ദിലീപ് മഞ്ജുവിനെ ഉപയോഗിച്ചിട്ടുണ്ട്. ദിലീപിനെ വിവാഹം ചെയ്യുമ്പോൾ കരിയറിൻ്റെ പീക്കിലായിരുന്നു നടി. പ്രണയം കാണിച്ച് വഞ്ചിച്ചു എന്നാണ് ചിലർ കുറിച്ചത്. 16 വർഷത്തെ ദാമ്പത്യത്തിന് ശേഷമാണ് ഇരുവരും പിരിഞ്ഞത്.